അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് മുബ്ദി എന്നത്. തുടങ്ങുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. ഇബ്ദാ എന്ന പദത്തിൽ നിന്നാണ് മുബ്ദി എന്ന ഇസ്മ് ഉണ്ടായത്. പരിശുദ്ധമായ ഖുർആനിൽ ഈ ഇസ്മ് വന്നിട്ടില്ല. ഇതിൻ്റെ അബ്ജദീയത്ത് 47. ബദ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ആദ്യമായി ചെയ്യുക എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഇല്ലായ്മയിൽ നിന്ന് വുജൂദിലേക്ക്, ഉണ്മയിലേക്ക് വെളിവാക്കിയവൻ, ഗൈബിയായ വുജൂദിൽ നിന്ന്, അദൃശ്യമായ ഉണ്ടാകലിൽ നിന്ന് ഐനിയായ വുജൂദിലേക്ക്, അഥവാ മനുഷ്യൻ്റെ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റുന്ന വുജൂദിലേക്ക് വെളിവാക്കിയവൻ, മുൻപ് ഉള്ള ഒരു വസ്തുവിനെ കൂടാതെ, അല്ലെങ്കിൽ മുമ്പുള്ള ഒരു പ്ലാന് ഇല്ലാതെ ആദ്യമേ സർവവസ്തുക്കളെയും ഉണ്ടാക്കിയവൻ. ഈ നിലക്കെല്ലാം ഇതിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അൽ മുബ്ദി ഉൽ മുഈദ്, അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അടുത്തടുത്ത് വരുന്ന 2 മനോഹരമായ ഇസ്മുകളാണ് ഇത്. മുബ്ദി മുഈദ്. അല്ലാഹു തആല സർവസൃഷ്ടികളെയും ജീവികളായി ആദ്യം പടച്ചു, അല്ലെങ്കിൽ സർവസൃഷ്ടികൾക്കും അള്ളാഹു ആദ്യം ജീവൻ കൊടുത്തു. പിന്നെ അള്ളാഹു അവരെ മരിപ്പിക്കുന്നു. വീണ്ടും ആ വസ്തുക്കളെ അള്ളാഹു തആല ജീവിപ്പിക്കുന്നു, മടക്കിക്കൊണ്ടുവരുന്നു. മുബ്ദി എന്നാൽ മൂജിദ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവൻ, ഉണ്ടാക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം പറയാറുള്ളത്. ഇബ്ദാഉം ഇആദത്തും വളരെ ബന്ധം പുലർത്തുന്നു എന്ന് മഹത്തുക്കൾ പറയുന്നത് കാണാം. ഒരു വസ്തുവിനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക എന്നത് 2 രൂപത്തിൽ ഉണ്ടാകാറുണ്ട്. ഒന്ന്, അത് അതിൻ്റെ മിസ്ല് കൊണ്ട് മുൻകടക്കപ്പെട്ടതാവുക, അഥവാ ആ വസ്തു അതേപോലത്തെ ഒരു വസ്തുവായിട്ട്, അല്ലെങ്കിൽ അതിനോട് തുല്യമായൊരു വസ്തുവായിട്ട് മുമ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ മുമ്പ് ഉണ്ടാകാതിരിക്കുക. മുമ്പ് ഒരു നിലക്കും ഉണ്ടാകാത്ത ഒരു വസ്തുവിനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതിന് ഇബ്ദാ എന്ന് പറയും. ആ നിലക്ക് ഉണ്ടാക്കുന്ന ആൾക്ക് മുബ്ദി എന്നും പറയും. നേരെ മറിച്ച് മുൻപ് ഉണ്ടായ വസ്തു അത് പിന്നീട് നശിച്ചു, വീണ്ടും അതിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഉണ്ടാക്കലിന് ഇആദത്ത് എന്ന് പറയും. ആ ഉണ്ടാക്കുന്നവന് മുഈദ് എന്നും പറയും. അതാണ് മുബ്ദിഉം മുഈദും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇസ്മുകളാണ് എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം. അള്ളാഹുവാണ് മുബ്ദിഉം മുഈദും എന്ന തിരിച്ചറിവിലേക്കൊരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ്. കാരണം ഏതൊരു വസ്തുവും തുടങ്ങിയത് അള്ളാഹുവിൽ നിന്നാണ്, ഏതൊരു വസ്തുവും മടങ്ങുന്നതും അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളിലും അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു.
അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യന് അപകടം സംഭവിച്ചു എന്നോ ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നോ ഉള്ള വാർത്ത നാം കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയം ഞങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനുള്ളതാണ്. കാരണം അള്ളാഹുവാണ് ഞങ്ങളെ തുടങ്ങിയത്, ഞങ്ങളെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയത് അള്ളാഹുവാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഈ ഒരു തിരിച്ചറിവ് ഒരു മനുഷ്യനിൽ ഉണ്ടാകും എന്നാണ്. ആ തിരിച്ചറിവ് എത്തിയവരാണ് യഥാർത്ഥത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ ഒരു ദിക്ർ ചൊല്ലുക, മനസ്സറിഞ്ഞ് ചൊല്ലുക. നമ്മളത് നാവുകൊണ്ടിങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പൊരുള് മനസ്സിലായി ചൊല്ലുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, അള്ളാഹുവിൻ്റെ സ്വലവാത്തുകൾ, അള്ളാഹുവിൻ്റെ വലിയ മഹത്തരമായിരിക്കുന്ന ഗുണങ്ങൾ ഈ ഒരു പദം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന പദം പറയുന്ന ആളുകൾക്കാണ് എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിൻ്റേതായ ഒരു തിരിച്ചറിവിലൂടെ ചൊല്ലുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ഈ ഇസ്മുമായിട്ട് നമ്മൾ താല്ലുക്കാകേണ്ടത്, ബന്ധം പുലർത്തേണ്ടത്, എല്ലാ കാര്യങ്ങളിലും നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. എന്ത് വിഷയങ്ങളാണെങ്കിലും അതിലൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാവുക. ഒരു സത്യവിശ്വാസി ചെയ്യുന്ന തവക്കുൽ, അത് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. തവക്കൽതു അലല്ലാഹ് ഉഫവ്വിലു അംരി ഇലല്ലാഹ്, എൻ്റെ കാര്യം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന പ്രയോഗം, അതും അള്ളാഹുവിലേക്കുള്ള മടങ്ങലാണ്. ഈ നിലക്ക് സർവകാര്യങ്ങളിലും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു സ്വഭാവം ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്നവരിൽ ഉണ്ടാകും. മുബദി എന്ന ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ നന്മകളെയും തുടങ്ങുന്നതിൽ നമ്മൾ പരിശ്രമിക്കണം. എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ശിലാസ്ഥാപനം നടത്താൻ, അല്ലെങ്കിൽ അതിന് തറയിടാൻ, അതിനെ നടപ്പിൽ വരുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ദുനിയാവിൽ ഉപകാരം കിട്ടുന്ന, അല്ലെങ്കിൽ ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന, അല്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന നിലക്ക് നമ്മൾ നന്മകളിൽ നിന്ന് മാറിപ്പോകാതിരിക്കുക. പലപ്പോഴും പല നന്മകളും ചെയ്യാൻ നമുക്ക് അവസരമുണ്ടായാലും അത് മറ്റുള്ളവർ ചെയ്യട്ടെ, എനിക്ക് മാത്രം ബാധ്യതയുള്ള കാര്യമല്ലല്ലോ എന്ന ചിന്ത പലരിലും വരാറുണ്ട്. എന്നിട്ട് പല നന്മകളിൽ നിന്നും അവർ മാറി നിൽക്കാറുണ്ട്. അത് ഈ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കാത്തതിൻ്റെ അടയാളമാണ്. ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഗർഭിണികളായ സഹോദരിമാർ 29 പ്രാവശ്യം, അല്ലെങ്കിൽ ഇതിൻ്റെ അബ്ജദീയത്തായ കണക്ക് പ്രകാരം ചൊല്ലുമ്പോൾ അവരുടെ ഗർഭം സ്ഥിരപ്പെടും. അത് അലസിപ്പോകുന്നതിനെ തൊട്ടവർക്ക് രക്ഷ കിട്ടും. യാ മുബ്ദിഉ എന്നതിൻ്റെ കൂടെ യാ ഷഹീദു എന്നുകൂടി കൂട്ടിച്ചൊല്ലുമ്പോൾ കൂടുതൽ ഫലമുണ്ടാകും. അതുപോലെ തന്നെ യാ മുബ്ദിഉ എന്ന ഇസ്മിനെ ധാരാളമായി ചൊല്ലുന്നവരിൽ പല മറഞ്ഞിക്കിടക്കുന്ന വിഷയങ്ങളും അവരിൽ വെളിവാകും. അല്ലാഹു തആല അവരെ കൊണ്ട് വലിയതായ
ഹിക്മത്തുകൾ സംസാരിപ്പിക്കും, തത്വജ്ഞാനങ്ങൾ, ഉൾപ്പൊരുളുകൾ അള്ളാഹു അവരെ കൊണ്ട് സംസാരിപ്പിക്കും. അതുപോലെ തന്നെ ഈ മുബദി എന്ന ഇസ്മ എപ്പോഴും പതിവാക്കുന്ന മനുഷ്യന്മാർ എന്ത് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാലും ആ വിഷയങ്ങളൊക്കെ പരിപൂർണവും ബറക്കത്തുള്ളതുമായി മാറും. ഇങ്ങനെ പല നേട്ടങ്ങളും ഈ ഇസ്മിന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്.